ഹായ് എവരിബഡി, ശ്രീലു മൈ ലൈഫിലെ ഷീയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ കേരളത്തിലെ എത്ര ക്യാമ്പസിൽ ഷീ എന്നൊരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഷീ ഉണ്ട്, അതിനൊരു നേതാവും ഉണ്ട്. ആ ഷീക്ക് അവരിത്ര കാലങ്ങളായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. അവരെപ്പോഴും ഷീക്ക് എതിരാണ്. മാക്സിമം മറ്റ് ഷീസിനെ ഉപദ്രവിക്കാം. അതിപ്പം പാരൻസ് പോയിട്ട് അവിടെ അന്വേഷിച്ചാൽ അറിയാം ഈ ഷീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഷീ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മെൻ്റലി, ഫിസിക്കലി, സെക്ഷുവലി കുട്ടിക്ക് എന്തൊക്കെ പ്രായത്തിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ കുട്ടികളോട് ചോദിച്ചാലേ അറിയൂ. എൻ്റെ ഒന്നും അറിവിലില്ല. അതേപോലെ ഇൻറ്റേർണൽ കമ്മിറ്റി, ഈ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ അതും പൊളിറ്റിക്സാണ്, ഷീയും പൊളിറ്റിക്സാണ്. ഇതിലൊന്നും നമുക്കൊരു സത്യസന്ധമായ ആൻസർ കറക്റ്റ് ഇല്ല. ഇതൊക്കെ വ്യക്തി അധിഷ്ഠിതവും വ്യക്തിയിൽ കൂടുതൽ പൊളിറ്റിക്സുമാണ്. അപ്പം ഈ പൊളിറ്റിക്സിൽ ഇതൊക്കെ മുങ്ങുന്നുണ്ടോ, ഒഴുകി നടക്കുന്നുണ്ടോ ഒന്നും പാരൻസ് അറിയുന്നില്ല. അപ്പോൾ ഈ 4-5 വർഷത്തെ ഈ കോളേജ് വിദ്യാഭ്യാസം കഴിയുമ്പോൾ മിക്കവാറും ഈ കുട്ടികൾ പല പ്രശ്നത്തിന് അഡിക്ഷനിലേക്ക് പ്രശ്നം നേരിടുന്നുണ്ടാവും. അത് മെൻ്റലി, ഫിസിക്കലി ഇതൊന്നും ആരും അറിയുന്നില്ല. പലരും പിന്നെ ഈ വിവാഹ മാർക്കറ്റ്, അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ്, ഇമേജസ്, ഇങ്ങനെ ഒരു പ്രശ്നം, മറ്റവരുടെ മുന്നിൽ നമുക്കൊരു ഇമേജിന് കോട്ടം തട്ടുമോ, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഇല്ലാതാവുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ഇതൊന്നും ആരും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഈ പീരീഡ്സ് നീട്ടിക്കിട്ടാനും നിന്ന് പീരീഡ്സ് വരാനും ഒക്കെ ടാബ്ലറ്റ്, ഇല്ലീഗലായിട്ട് ടാബ്ലറ്റ് പോകുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിസരത്തായിരിക്കും. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, പലയിടത്തും ഉണ്ടാവും. പക്ഷേ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇൻറ്റേർണൽ കമ്മിറ്റി, പാരൻസ് മീറ്റിംഗ് ഒക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. കാരണം എന്തെങ്കിലും ഇഷ്യൂ നടന്ന് അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിന് മോശമാണ്. ഗവൺമെൻറ് സ്ഥാപനത്തിനും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും ആരും അന്വേഷിക്കുന്ന ഒറ്റ പാരൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധമില്ല. പഠിക്കുന്നുണ്ടോ, സപ്ലി ഉണ്ടോ, ഹോസ്റ്റലിൽ ഫുഡുണ്ടോ, എങ്ങനെ തീർന്നു. പിന്നെ ഒരു വർഷം ഒരു ഇൻറ്റേർണൽ കമ്മിറ്റീൻ്റെ മുന്നിൽ എത്ര പെൺകുട്ടികൾ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആൺകുട്ടികൾ പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ എത്ര പെൺകുട്ടികളെ വിഷയത്തിൽ ഈ ഷീ ഇടപെട്ടിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ് സർക്കാർ സംവിധാനത്തിൽ. കാരണം ഈ സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങുന്നുണ്ട്. ഈ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ നിന്ന് വെളിയിൽ നിന്നൊരു വക്കീലുണ്ട്. ഇവർക്കൊക്കെ DA പൈസ എല്ലാം നമ്മളെ ടാക്സ് എടുത്തിട്ടില്ലേ കളിയാണ്. പിന്നെ നിർബന്ധമായിട്ടും പാരൻസിൻ്റെ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല. നിർബന്ധമായിട്ട് ഇത് അന്വേഷിക്കേണ്ടതാണ്. എല്ലാവരും അന്വേഷിക്കുന്നത് പഠിപ്പുണ്ടോ. ഈ പൊതുവെ കേരളത്തിലെ ക്യാമ്പസിൽ 4 മണിക്ക് ശേഷം എന്താണ്, ഇനി പഠിപ്പ് കുറച്ച് കുറഞ്ഞോട്ടെ, ഇവർക്കൊരു ലൈഫ് സെറ്റിലാവാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടോയെന്ന് ഒരു പാരൻസും ഒരു ടീച്ചേഴ്സും
അന്വേഷിക്കുന്നില്ല. ഈ മക്കളൊക്കെ പുറത്ത് വരുമ്പോഴേക്ക് ഇവർക്കുള്ളൊരു ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ചോദ്യചിഹ്നമാണ്. ഇവരെല്ലാം യൂട്രസൊക്കെ തകരാറാവാണ്ടും ഫിസിക്കലി കോട്ടം തട്ടാണ്ടൊക്കെ ഈ പെൺകുട്ടികളെ ഇതൊക്കെ ഉണ്ടാവും. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതേപോലെ ആൺകുട്ടികൾ സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പം ഇവർ മാനസികമായിട്ട് എത്ര ഡെസ്പാവുന്നുണ്ട്. ഒരാൾ തേക്കുമ്പോൾ അടുത്ത ആൾ, ഒരാൾ തേക്കുമ്പോൾ അടുത്ത ആൾ. ഈ തേച്ച് 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 അവരവരത് എന്തെങ്കിലും തേഞ്ഞു പോകുന്നുണ്ടോ മെൻ്റലി ഫിസിക്കലി? കാരണം ഇത് തമാശയൊന്നുമല്ല. ഇവർക്കൊന്നൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് എത്തുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് വലിയ കുട്ടികളാണ്, വലിയ കുട്ടികളാണ്, വലിയ കുട്ടികൾ. ഈ 17 18 വയസ്സിലൊന്നും ശരിക്കും നമുക്ക് അങ്ങനെ ഒരു മെച്യൂരിറ്റി ഒന്നുമില്ല. ശരിക്ക് പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഇൻറ്റേർണൽ കമ്മിറ്റീൻ്റെയും ഒക്കെ നല്ല ഇടപെടൽ കുട്ടിക്ക് വേണം. പലരും പറയാൻ മടിച്ചിട്ടും പല പല ഉൾവലിയൽ കാരണമായിരിക്കും പറയാത്തത്. ചിലപ്പോൾ അവർ കുട്ടികൾ തമ്മിൽ പറഞ്ഞിട്ട് കുറച്ചൊക്കെ ഇവർ സമാധാനം കണ്ടെത്തുന്നുണ്ടാവും. ആയിക്കോട്ടെ, അതൊന്നും ഒരു തെറ്റാണെന്നൊന്നും അല്ല പറയുന്നത്. ബഹുമാനപ്പെട്ട കോടതി അടക്കം അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ പാരൻസിൻ്റെ ഇടപെടൽ അത് വളരെ ശക്തമായിട്ട് വേണം. അത് പഠിപ്പിലല്ല വേണ്ടത്. എന്തായാലും എൻട്രൻസ് എഴുതി വന്ന കുട്ടികളെല്ലാം ഒരുവിധം പഠിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ കൂടെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട്. ഇപ്പോഴത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എങ്ങനെ പഠിക്കണമെങ്കിലും അവരെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കും. പഠിക്കുന്നതിലൊന്നും അവർ പുറകോട്ടല്ല. അതേപോലെ മറ്റ് പിന്നെ കായിക ആയിക്കോട്ടെ, മറ്റ് ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എല്ലാ കഴിവുള്ള കുട്ടികൾ തന്നെ ഇരിക്കും. ഇവർക്ക് കുറച്ച് പ്രായമുണ്ട്. പക്ഷേ എവിടെ ഉപയോഗിക്കണം, ഇതിൻ്റെ വരും വരായിക എന്തെന്നൊന്നും അറിയില്ല. ഒരു പിന്നെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ, അതായത് 18 വയസ്സ് കഴിഞ്ഞിട്ട് പഠിക്കുന്ന കുട്ടികളെ സ്ഥാപനത്തിൻ്റെ പരിസരത്തുള്ള കടകൾ, മെഡിക്കൽ ഷോപ്പുകൾ, കോളേജിലെ ഇൻറ്റേർണൽ കമ്മിറ്റി, ട്യൂട്ടർമാർ, അതേപോലെ PTA, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പാരൻസ് ശക്തമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ വളരെ 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 അപകടമാണ്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ജീവിച്ച് വന്നവർക്ക് തന്നെ ഫ്രസ്ട്രേഷൻ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്ര ഏജ് എന്നുള്ളതൊന്നുമല്ല. ഓരോരാൾക്ക് സഹിക്കാനുള്ള കപ്പാസിറ്റി ഓരോ തരത്തിലാണ്. ഈ സൂയിസൈഡ് വരുന്നതും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിപ്പോയി, കുട്ടീനെ പ്രസവിച്ചിട്ട് താഴേക്ക് എറിഞ്ഞു, അല്ലെങ്കിൽ ഇതായത് പോകാൻ വേണ്ടി ഒരു 20 പാരാസെറ്റം 200 20 പാരാസെറ്റമോൾ എടുത്ത് കഴിച്ച് ഇത് പോവോ, ഇങ്ങനെ ഒരുപാട് ഫ്രസ്ട്രേഷൻ വിവരമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ ന്യൂസ് കേൾക്കുമ്പോൾ മാത്രം തപ്പിപ്പോകുന്നതിൻ്റെ കാര്യം എനിക്ക് എങ്ങനെ ആലോചിച്ചാലും പിടികിട്ടുന്നില്ല. ഇപ്പം മയക്കുമരുന്നിൻ്റെ പുറകെ പോകുന്നു. ഫ്ലാറ്റിൽ നിന്ന് കുട്ടീനെ എടുത്തെറിയുമ്പോൾ പിന്നെ ഒരു 2-3 കേസ് അതന്നെ അറ്റൻഡ് ചെയ്തിട്ട് വാർത്ത വെക്കുക. ഇപ്പോൾ കുറച്ച് ഒരു സീസണാണ്. നമുക്ക് ഓണം ഫെയർ, വിഷു ഫെയർ, ക്രിസ്മസ് ഫെയർ, ന്യൂ ഇയർ ഓഫറുകളുള്ള പോലെയാണ് ഇപ്പം മാധ്യമങ്ങളെല്ലാം ചെയ്യുന്നത്. എവിടെയാണോ കൊലപാതകം, പിന്നെ സ്ഥിരം കൊലപാതകം. എവിടെയാണോ റേപ്പ്, സ്ഥിരം റേപ്പ്. അല്ല, ഇനി അത് കഴിഞ്ഞു, ഇനിയിപ്പം മയക്കുമരുന്ന് പുതിയ ട്രെൻഡ്. 2025 മാർച്ച് മാസത്തിൽ ഒരു ട്രെൻഡാണിപ്പോൾ മയക്കുമരുന്ന് കണ്ടെത്തോ, എന്നിട്ട് ഇവർ പഴിചാരൽ. ഈ പഴിചാരലൊന്നും അല്ല, ഇതൊരു ലൈഫാണ്. ഇതാരോ വേണ്ടപ്പെട്ട മക്കളാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാരൻസ് ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമൂഹമുണ്ട്. ഇനി വരുന്ന ജനറേഷൻ നല്ലതല്ലെങ്കിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റൂല. ഇതെല്ലാം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം. അല്ലാണ്ട് ഇന്ന ആളാണ് ചെയ്തത് എന്നിട്ട് അവർക്ക് വേണ്ടി സ്റ്റേഷനിൽ വിളിക്കാനും കുറേ ആളുകൾ. എനിക്ക് തോന്നുന്നു ഇത്രയും ഹൈ പൊസിഷനിലുള്ളവർ, അത് രാഷ്ട്രീയം ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇവരെ മക്കളെ മക്കളും അല്ലേ ഇവിടെ തന്നെയല്ലേ ഇപ്പം ജീവിക്കേണ്ടത്. ഇനിയിപ്പോൾ ഏത് രാജ്യം വിട്ടാലും ചില സംഭവത്തിന് നമ്മൾ അഡിക്റ്റായിട്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയ അപകടത്തിലേക്കല്ലേ പോകുന്നു.
നമ്മൾ എവിടെ ജോലി ചെയ്താലും എവിടെ ജീവിച്ചാലും ആസ് എ ഹ്യൂമൻ നമ്മളെന്താണ്, നമ്മൾ നമ്മളായിട്ട് ജീവിക്കണം. നമുക്ക് നല്ല വ്യക്തിത്വം വേണം. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റണം. ഇതൊന്നും അല്ലാത്തൊരു ലോകത്ത് നമുക്ക് എന്ത് PhD ഉണ്ടായിട്ട്, എന്ത് ഡോക്ടറേറ്റ് ഉണ്ടായിട്ട്, ഇനി ഡബിൾ PhD ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ഡോക്ടർ സൂയിസൈഡ് ചെയ്യുന്നു, എഞ്ചിനീയർ സൂയിസൈഡ് ചെയ്യുന്നു, ഡോക്ടർ കുത്തിക്കൊല്ലുന്നു. ഇത്രമാത്രം അരാജകത്വം വന്നിട്ടും ഒരു പാരൻസും ഇതൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും അന്വേഷിക്കുന്നില്ല. ഇൻ കേസ് എന്തെങ്കിലും ചെറിയത് അവരവരെ മക്കൾക്ക് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്ത് ഒരിക്കലും ഇതൊന്നും ക്യാമ്പസിന് പുറത്തേക്ക് പോകുന്നില്ല. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. എത്ര ഇങ്ങനെയുള്ള ടാബ്ലറ്റൊക്കെ പോകുന്നുണ്ട് ഒരു മാസം? ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. പാരൻസ്, ടീച്ചേഴ്സ് അവരവരെ പഠിപ്പിക്കും, അവരവരെ സാലറി വാങ്ങിപ്പോവും. ഇനി അവിടെയുള്ളൊരു ജീവനക്കാരിക്കൊരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഒരാളും അവരവരെ സേഫ്റ്റി വിട്ടിട്ട് ഒറ്റ കാര്യവും ചെയ്യൂല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു തരം അന്ധമായ പൊളിറ്റിക്സ്. ഈ അന്ധമായ പൊളിറ്റിക്സ് വരുമ്പോൾ എന്നാ പ്രശ്നം എന്നറിയാം? ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കാര്യം അത് പ്രൈവറ്റ് ആകുമ്പോൾ കൂടുതലുണ്ടാവും. ഇത് പുറത്തേക്ക് അറിഞ്ഞാൽ നമ്മളെ ബാധിക്കും. ഗവൺമെൻറ്റിലും ഉണ്ടാവും. അയ്യോ, ക്യാമ്പസിന് വെളിയിൽ പോയിക്കൂടാ, ഒന്നും ക്യാമ്പസിന് വെളിയിൽ പോയിക്കൂടാ. അപ്പം ഇവർ മെൻ്റലി ഹെൽത്തി ആയിട്ട് ഫിസിക്കലി ഹെൽത്തി ആയിട്ട് പുറത്തേക്ക് പോയാലല്ലേ ഈ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഇവർ പോയിട്ട് എന്ത് കാര്യം? അങ്ങനെ ഇവർ പോയിട്ട് ഒരു കാര്യവുമില്ല. ഈ കുട്ടികൾ ഇങ്ങനെ പുറത്തേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് എന്ത് കാര്യം? മാനസിക നില ശരിയല്ലാണ്ട്. പിന്നെ വീട്ടുകാരറിയാണ്ടും പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആവുക, അല്ലെങ്കിൽ അത് കളയാനില്ല ടാബ്ലറ്റ് കഴിക്കുക. നമുക്ക് സാധാരണ നിലയിൽ തന്നെ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിസ്റ്റത്തിലേക്കും സമൂഹത്തിലേക്കും എല്ലാം നമ്മൾ എത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിനൊരു രഹസ്യ സ്വഭാവം കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് മാനേജ് ചെയ്യും? ഇങ്ങനെയുള്ള കുട്ടികളാണ് കല്യാണം വേണ്ട, അല്ലെങ്കിൽ ഡിപ്രഷൻ മൂഡ്, അല്ലെങ്കിൽ പേടി. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇതുപോലെ ഒരുപാട് വിഷയം അനുഭവിക്കുന്നുണ്ട്. ഇപ്പം എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം എനിക്കൊന്നും നഷ്ടപ്പെടാനോ, അല്ലെങ്കിൽ ആരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ളതൊന്നും അല്ല എൻ്റെ വിഷയം. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് അതിന് നീതി വേണം എന്നുള്ളതാണ്. അതേപോലെ ഒരു പാരൻസ് ഒരു പിന്നെ കുട്ടീനെ ഒരച്ഛനും അമ്മയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വിടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സപ്ലിയും ഇല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. സപ്ലി ഒന്നും എഴുതിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അവർ ആരോഗ്യത്തോടെ ഇരിക്കുക. മെൻ്റലി ഉള്ള ആരോഗ്യം വളരെ ഗൗരവമായ ഒരു ആരോഗ്യം പ്രശ്നമാണ്. ഫിസിക്കലി വലിയൊരു ആരോഗ്യ പ്രശ്നമാണ്. ഇത് രണ്ടും നമ്മൾ ഫിറ്റാണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ജോലി ചെയ്യാനോ അടുത്ത ഏണിങ്സിലേക്ക് പോകാനൊക്കെ നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് കാര്യം ഉണ്ടാവും. അല്ലാതെ ഇവർക്ക് ഒരു കാര്യം ഇവരെ കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. അത് നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞിട്ട് പാസ് ഔട്ടായിട്ട് ഇവരെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോയാൽ കോളേജ് അറിയോ? ഇല്ല. ഇവർ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഡിവോഴ്സായിട്ട് വന്നാൽ നിങ്ങളറിയോ ഇത് ക്യാമ്പസിൽ നിന്നുണ്ടായ ഇഷ്യൂ എന്നു? അറിയില്ല. ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞു, മക്കളില്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? എത്ര പ്രാവശ്യം അബോർഷനാക്കിയെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? എത്ര ആളായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഏതെല്ലാം ടൈപ്പ് ഗുളിക കഴിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇപ്പോൾ ഒരു മയക്കുമരുന്ന് വിഷയം വന്നു, ഒരു 4 ആളെ ഒരു പയ്യൻ കൊന്നു. അപ്പം പിന്നെ ഇപ്പം മയക്കുമരുന്ന് അന്വേഷിച്ചിറങ്ങി. നിങ്ങൾ നിരോധന ഗുളികയും പിന്നെ പീരീഡ്സ് നീട്ടാനുള്ള ഗുളികയും സ്റ്റോപ്പ് ചെയ്യാനുള്ള ഗുളികയും വരാനുള്ള ഗുളികയും പിന്നെ ഇവരെ ഫിസിക്കൽ കോണ്ടാക്ട്സും പിന്നെ മെൻ്റലി ഉള്ള ഇവരെ ഹെൽത്തിൻ്റെ സ്റ്റാറ്റസും ഫിസിക്കലി ഉള്ള സ്റ്റാറ്റസും എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ അപകടത്തിലേക്കാണ് പോകുന്നു. ഇതൊന്നും അന്വേഷിക്കാൻ ഒരു സർക്കാരും ഉണ്ടാവില്ല, ഒരു പൊളിറ്റീഷ്യനും ഉണ്ടാവില്ല, ഒരു ടീച്ചേഴ്സും ഉണ്ടാവില്ല, ഒരു സാമൂഹ്യ പ്രവർത്തകരും ഉണ്ടാവില്ല. നിങ്ങൾ വീട്ടിൽ വരുന്ന പ്രശ്നത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദി. ആരും ഏറ്റെടുക്കില്ല. പിന്നെ കുറേ സൈക്കാട്രിക്കും സൈക്കോളജിക്കും മറ്റേ സൈക്കോക്കാർക്ക് പൈസ, കുറേ മെഡിക്കൽ ഷോപ്പുകാർ പൈസ വാരുന്നു, കുറേ ഗൈനക്കോളജിസ്റ്റുമാർ പൈസ വാരുന്നു.
അവസാനം നമ്മളെ മക്കൾക്ക് മാനസികവും മക്കളില്ലാത്ത അവസ്ഥയും കല്യാണം കഴിക്കാത്ത അവസ്ഥയും. എന്താ പഠിച്ചത്? ഓ PhD ആണ്, ഡോക്ടറേറ്റ് ഉണ്ട്, ഇന്ന കോളേജിൽ, ഇന്ന സർക്കാർ, ഇന്ന പ്രൈവറ്റിൽ, ഇന്ന പോലെ. ഓ ഇപ്പോഴെവിടെയാണ്? അമേരിക്കയിലാണ്, അല്ലെങ്കിൽ ഗൾഫിലാണ്, വിദേശത്താണ്. എന്തായിരിക്കും ഇവരെല്ലാം മാനസികാവസ്ഥ എന്ന് ആരും ചിന്തിക്കുന്നില്ല. എന്താണ് ഇവരെ ശാരീരികാവസ്ഥ എന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇവരെ കുടുംബജീവിതം എന്ന് ചിന്തിക്കുന്നില്ല. ഒന്നിനും ഒരു പ്രാധാന്യമില്ല. ആ അവസ്ഥയിലേക്ക് എത്തുന്നു. ഒന്നിനെയും പ്രാധാന്യമില്ല. എല്ലാവർക്കും അറിയേണ്ടത് സപ്ലി ഉണ്ടോ, പഠിക്കുന്നുണ്ടോ, സപ്ലി ഉണ്ടോ, പഠിക്കുന്നുണ്ടോ. എത്ര പേരൻസ് വന്നിട്ട് പിന്നെ എൻ്റെ മൂക്ക് മെൻ്റലി പിന്നെ ഹെൽത്ത് നല്ലതാണോ, പിന്നെ ഒരു കോളേജിൽ നിന്ന് എന്തെങ്കിലും ഇൻറ്റേർണൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കൗൺസിലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ടോ? കൗൺസിലിംഗ് കിട്ടുന്ന കുട്ടികളുണ്ടാവാം, ഇല്ല എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഒരുപാട് പ്രശ്നം നമ്മളറിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അത് കുട്ടികളെ തെറ്റല്ല, അവർക്ക് 18 ആയാലും ചിലപ്പോൾ ഒരു, എല്ലാവർക്കും അല്ല, ചിലർക്കൊരു തിരിച്ചറിവിൻ്റെ പ്രശ്നമുണ്ടാവും. അവർക്ക് അത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കാനില്ല, ആരെങ്കിലും അവർക്ക് വേണം, പറയാനും പറഞ്ഞു കൊടുക്കാനും. പറയാനും വേണം, പറഞ്ഞു കൊടുക്കാനും വേണം. അതിൽ നമ്മൾ PhD ഒന്നുമല്ല. ഇപ്പം ഞാനൊരു അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് വന്ന് പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഫ്രീ ആവും. അപ്പം ഈ കമ്മിറ്റീൻ്റെ മുന്നിലായാലും ഷീൻ്റെ മുന്നിലായാലും ഹീൻ്റെ മുന്നിലായാലും എല്ലാം മീൻ്റെ മുന്നിലായാലും എല്ലാം കുട്ടിക്ക് പോകാനുള്ളൊരു ഫ്രീഡം, അതിലിടപെടാൻ പാരൻസ് കർശനമായിട്ട് കാണിക്കേണ്ട ഒരു സമയമെല്ലാം പണ്ടേ കഴിഞ്ഞു. ഒരു കാര്യം വരുമ്പോൾ മാത്രം ഒരു ട്രെൻഡ്, ഈ മറ്റേ ആടി സെയില്, ഓണം സെയില് എന്നെല്ലാം പറയുന്ന പോലെ ഇപ്പോൾ ഒരു മയക്കമരുന്ന് ഇതാണ്, സീസണാണ്. ചില കേസ് നമ്മൾ ഒട്ടും അറിയുന്നില്ല. പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഷീറ്റില്ലാണ്ട് എന്ത് ഗുളിക കൊടുത്താലും അത് തെറ്റാണ്. ഇതെല്ലാം ഒരു മിന്നൽ പരിശോധനക്കൊരു ശരിക്കും ആരോഗ്യ വകുപ്പ് ഇതാണ്. സാമൂഹ്യ സ്ത്രീ സുരക്ഷയൊക്കെ ഇതിൻ്റെ മേലെയാണ്. ലേഡീസിൻ്റെ ആരോഗ്യവും കുട്ടികളെ മാനസികാവസ്ഥയും വളർന്നു വരുന്ന കുട്ടികളെ അവസ്ഥയെല്ലാം കീപ്പ് ചെയ്യുന്നതും അതൊക്കെയാണ് സാമൂഹ്യക്ഷേമ വകുപ്പെല്ലാം ചെയ്യേണ്ടത്. അല്ലാണ്ട് കുട്ടികളൊപ്പരാന്ന്, ലേഡീസിൻ്റെ ഒപ്പരാന്ന്, കുട്ടികളൊപ്പരാന്ന്, ഇവിടെ ഒരു കപ്പലുണ്ട്, ഇവിടെ ഒരു കപ്പിത്താനുണ്ട്, ഇത് മുങ്ങില്ല പൊങ്ങില്ല, ഇങ്ങനെയുള്ള കുറേ ആക്ഷനെല്ലാം കണ്ടിട്ടാണ് ഇപ്പോഴത്തെ ലോകം ഇവിടെ ജീവിക്കുന്നത്. ഇതെവിടെ മുങ്ങും എവിടെ പൊങ്ങുന്നു ലോകത്തൊരാൾക്കും അറിയില്ല. എവിടെയൊക്കെ പൊങ്ങുന്നുണ്ട് എന്ന് അറിയില്ല, എവിടെയൊക്കെ മുങ്ങുന്നുണ്ട് എന്ന് അറിയില്ല, എവിടെയൊക്കെ കളയുന്നുണ്ട് എന്നറിയില്ല, എവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നറിയും, ആർക്കും അറിയില്ല. ഇവിടെ പലതും നടക്കുന്നുണ്ട്, പലതും ഉണ്ട്. പക്ഷെ ഒന്നും പുറത്തറിയുന്നില്ല, ഒറ്റ കാര്യം പുറത്തറിയുന്നില്ല. ഈ പറഞ്ഞ കാര്യം എന്തോ ചെറിയൊരു പിന്നെ അന്വേഷണം ഇട്ടിട്ടുണ്ട്. ഏത്? മയക്കുമരുന്ന്. പിന്നെ ഒരു കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് അതിൽ വിളിച്ച് പറയുന്ന ആളെയും കൂടി ഭീഷണിപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ ആരും വിളിച്ചു പറയില്ലല്ലോ. എത്രത്തോളം അരാജകത്വം ആണ് ഈ നാട്ടിൽ. എത്ര അപകടം, എത്ര അപകടം. എൻ്റെ കോളേജിലെ ഒരു മാന്യയായ ഒരു അമ്മ, കോളേജിലെ ഒരു സ്റ്റാഫിൻ്റെ കൂടെ എല്ലാ വൃത്തികേടും ചെയ്തൊരു സ്ത്രീ എന്നോട് പറയാം, എൻ്റെ മോനി പിന്നെ കോളേജിലൊന്നും പോയ കുട്ടി വേണ്ട, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നത് മതിയെന്ന്. സ്വന്തം കാര്യം വരുമ്പോൾ അവൾ കോളേജിൽ നിന്ന് എല്ലാ വൃത്തികേടും ചെയ്തിട്ട് ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. എങ്ങനെയുണ്ട്? സ്വന്തം മോൻ്റെ കാര്യം വരുമ്പോൾ സ്വാർത്ഥത. ജോലി സ്ഥലത്ത് വെച്ചിട്ട് എല്ലാ വൃത്തികേടും ഇവൾ മാക്സിമം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയുണ്ട്? അപ്പം എല്ലാവർക്കും സ്വാർത്ഥതയായിരിക്കും. ആരെ ശമ്പളം, ആരെ പൊസിഷനും ഇമേജും വിട്ടിട്ട് ആരും ഒന്നിനും നിൽക്കില്ല. നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചോളാം. അതിനി എന്ത് പ്രേമായാലും, സെക്സ് ആയാലും, മെൻ്റൽ ഹെൽത്ത് ആയാലും, ഫിസിക്കൽ ഹെൽത്ത് ആയാലും, അബോർഷൻ ആയാലും, പീരീഡ്സ് ആയാലും, എന്ത് കാര്യം അപ്പുള്ള അപ്ഡേറ്റ്സ് നമ്മൾ മനസ്സിലാക്കുന്നതല്ലാണ്ട് മറ്റൊരാക്കിലെ റോളില്ല. ഇല്ല, അത് നമുക്കറിയാത്തതുകൊണ്ടാണ്. ഇല്ല, എല്ലാവരും ഒരു പുറമോടി വേണമെങ്കിൽ ഒരു പേപ്പറാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ട് അവരവരങ്ങ് സേഫ് ആവും. ഇതൊരിക്കലും ഇനി ഇങ്ങനത്തെ മോശം വരാൻ പാടില്ല, ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, സേഫ് ആയിരിക്കണം എന്ന് ആരും ചിന്തിക്കുന്നില്ല. അപ്പം ആലോചിച്ചാൽ നമുക്ക് നല്ലത്.
പറയുന്നതിനെ കൊണ്ട് കുറേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യാവസ്ഥ ഇതാണ്. മറ്റൊരു ഷീല് കാണാം.